ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. ഇന്ന് നമുക്ക് നല്ല വിശേഷമാണ് കേട്ടോ. എനിക്ക് സുഖമില്ലായിരിക്കുകയാണ്. ഒരു വയറുവേദനയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, വെച്ച് കെട്ടിയേ വെച്ചേക്കുക. അപ്പോൾ മീൻ മേടിച്ച് കഴിഞ്ഞപ്പം അത് കറി വെക്കാൻ വേണ്ടി കുഞ്ഞിമത്തിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് വെട്ടണം. ഇപ്പോൾ പുതിയ ആളെ ഏൽപ്പിച്ചേക്കോ വെട്ടാനൊക്കെ ആയിട്ട്. ഇത് കേട്ടില്ലേ, മമ്മി വെട്ടുപോയി. നിന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പം മമ്മി ഇങ്ങനെ സ്റ്റൂളൊക്കെ ഇട്ട് കൊടുത്തിട്ട്, നമുക്ക് സുഖമില്ലല്ലോ, ഇവരെ പട്ടിണിയാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മമ്മീനെ കൊണ്ട് ഞാൻ വെട്ടിക്കുക. കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുഞ്ഞിമത്തി കറി വെക്കുന്നത് എന്തിട്ടാണെന്ന് വെച്ചാൽ ഇലിമ്പിക്ക ഇട്ടിട്ടാട്ടോ വെക്കുന്നത്. എല്ലാം നാളെ ചിലിപ്പിക്ക ഇതാട്ടോ ഇത് ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ ഇത് കറി വെക്കുന്ന കാണിച്ചത്. ആദ്യം ഇതെല്ലാം കൂടി അരിഞ്ഞത് ഇതൊക്കെ ചട്ടിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇടുന്നു. ഇതെല്ലാം ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെയാണ് നമുക്ക് മീൻ ഇടേണ്ടത്. ഇല്ലേ കുഞ്ഞുമത്തിയൊക്കെ കുഴഞ്ഞു പോകും. കുറച്ച് കരിവേപ്പില ഇട്ടു. ഇനി ഇത് വേവിക്കാനുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് നമുക്ക് തേങ്ങ അരയ്ക്കുന്നതിൻ്റെ അകത്ത് ഇടണം. മുളക് പൊടി ഇങ്ങനെ പിടിക്കുക. 2 സ്പൂൺ മുളക് പൊടി, ഒരു കളറിന് വേണ്ടി കാശ്മീരി, കുറച്ച് കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പം ജാറിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ അടുപ്പത്ത് വെച്ച മീൻ കറിക്കകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി 2 സൈസ് മുളക് പൊടി ഇടുക കേട്ടോ. ലേശം കുരുമുളകും കൂടി ഇടുക, കുറച്ച് മതി കേട്ടോ കുരുമുളക് പൊടി. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വെണ്ണ പോലെ അരച്ച് കൊണ്ടുവരാം. കടുപ്പ് കറിക്കാം. നമുക്ക് ഇനി മീനിടാം കേട്ടോ. ഇതിലേക്ക് വാരിയിടാം. പിന്നെ ചിലവർ ഉള്ളിയൊക്കെ ചേർക്കും കേട്ടോ. ചെറിയുള്ളി, എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തതാണ്. സബോള ഇട്ടിട്ടുണ്ടെങ്കിൽ മധുരമായിരിക്കും. അങ്ങനെ ഉള്ളി ഞാൻ ഇട്ടിട്ടില്ല. ചിലിമ്പിക്ക മാത്രം ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി കരിവേപ്പിലയൊക്കെ ഇട്ട് ഇനി ഇത് വെട്ടൊന്ന് വേവട്ടെ. അപ്പം തന്നെ ഞാൻ അരച്ച് വെച്ചു കേട്ടോ. ഞരപ്പി ചേർത്തൊന്ന് കാണിച്ചു തരാം. ഒന്ന് വേവട്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്ത് ഞാൻ കപ്പയും വെച്ചു. കുറച്ച് കപ്പ ഉണ്ടായിരുന്നു, അത് വെച്ചു. മീൻകറിയും കപ്പയാകുമ്പോൾ നല്ല കോമ്പിനേഷനല്ലേ. അപ്പം നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് മീൻ വേവട്ടെ കേട്ടോ. അടിപൊളിയായി കേട്ടോ. പാകത്തിന് എല്ലാം റെഡിയായി. ഇനി നമുക്ക് അരപ്പ് ചേർക്കാമേ. അപ്പുറം കപ്പയും തിളച്ചു. മീൻകറി ആകുമ്പോൾ തന്നെ കപ്പയും ആവും. എല്ലാവരും കുറച്ച് വെള്ളം എടുക്കട്ടെ. കപ്പയൊക്കെ ഉള്ളതാകുമ്പോൾ കുറച്ച് ഇങ്ങനെ അരപ്പെല്ലാം റെഡിയായി. തീ കൂട്ടി വെക്കട്ടെ. ഇതൊന്ന് തിളച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. അപ്പം തന്നെ കപ്പയും നോക്കാം. കപ്പ വെന്ത് കേട്ടോ. ഇനി കപ്പ ഇട്ടിട്ട് അപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചിട്ട് അപ്പം തന്നെ കറി ഒന്ന് ചൂടായി തിളക്കട്ടെ കേട്ടോ. അധികം തിളച്ചൊന്നും മറിയരുത്, അന്നേരം തേങ്ങ പീര പോലെ ആയിപ്പോവും. തേങ്ങ അരച്ച് കറി വെക്കുന്നത് ചെറുതായിട്ടൊന്ന് ചൂടായി പതഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഓഫാക്കണം. എന്നാലാണ് ആ കറീൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അധികം തിളച്ച് മറിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ടേസ്റ്റ് കുറയും. അപ്പോൾ അതൊന്ന് പയ്യെ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ശരിക്കും ഒന്ന് ആവി കയറി ഒന്ന് അതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറട്ടെ. എന്നിട്ട് കാണിച്ചതാ. അമ്മ കഴിക്കുന്നു. മമ്മി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിക്കേ, പറഞ്ഞേ എങ്ങനെയുണ്ട്. ചിലിപ്പിക്കയും കപ്പയും മീൻകറി അടിപൊളിയാണോ? മമ്മിക്കൊക്കെ ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ സന്തോഷത്തോടെ കഴിക്കുന്നില്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം. ബായ്.